أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الحمد والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. Respected dignitaries on the dais, off the dais, my dear brothers and sisters, and the team, Professor 2.2, Assalamu alaikum wa rahmatullahi wa barakatuh. I think they are very tired after the long session. Is it? Assalamu alaikum wa rahmatullahi wa barakatuh. MashaAllah. That is the spirit which we need. We are in the sessions, no? Yeah. Dear brothers and sisters, today we are assembled here. We have so much of personal work, family, all the professionals, we know about it. I work with a corporate, so we know about it, that one Sunday, it is very important for our family or our personal life. On me, programs, we always keep it. But still, we gather so much over here, means there is a value over here. That value, we want to encash it. On that, it's one more program, which is Enlighten, which is a critical area, which is today going on. On the topic, we have eminent scholars over with us, who will be discussing about it, who will be having a Q&A session with you guys. Confrontation, distorted ideas. Nothing. We are not going to confront. We are going to be a proactively engaging and making equipped our new generation how to handle this current distorted ideas. That is what we are going to do here. Today on this topic, we will engage with various areas. Feminism, Meninist, gender neutrality, like few other topics which we'll gathering all that. On that, whichever area which we want to make it engage, this program to be very effective, the questions has to come from you guys, because we all have so many doubts in our head. So those are the things which will be going to be reflected over here. Next 75 minutes, inshallah. To open this, I request Azim to give your opening remarks on this topic. The floor is yours, Azim. Assalamu alaikum warahmatullah. Alhamdulillah, salatu wassalamu ala rasulillah wa ala alihi washabihi ajma'in. Amma ba'd. പ്രിയപ്പെട്ട പ്രൊഫഷണലുകളെ, നമ്മൾ പ്രൊഫക്സലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണുള്ളത്. അദ്ദേഹം നൽകിയ ഇൻട്രൊഡക്ഷൻ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില ആശയങ്ങളുമായിട്ടുള്ള വൈജ്ഞാനിക സംവാദങ്ങളുണ്ട്. അതിൽ കൃത്യവും വ്യക്തവുമായിക്കൊണ്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ നേടിയെടുക്കുകയും അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങളുമായി, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കോൺഫിഡൻസുമായി ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക എന്നത് തന്നെയാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്നുള്ളത്. എല്ലാവരും കാത്തിരിക്കുന്നത് Q&A സെഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലത്തിൻ്റെ പല സന്ദർഭങ്ങളിലായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അനീതിക്ക് പ്രതികരണമായി, പരിഹാരമായി കൊണ്ട് പലതരത്തിലുള്ള ആശയങ്ങൾ രൂപപ്പെടാറുണ്ട്. അങ്ങനെ രൂപപ്പെടുന്ന ആശയത്തിൽ മഹാഭൂരിഭാഗവും സമൂഹത്തിലുള്ള ഒരു പ്രധാന പ്രശ്നത്തെയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് സമൂഹം അത് ഏറ്റെടുക്കുകയും സമൂഹം അതിൻ്റെ വക്താക്കളായി മാറുകയും അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാകും. അങ്ങനെ ഒറ്റയാൾ ശബ്ദമായിക്കൊണ്ട് അല്ലെങ്കിൽ ചില ബുദ്ധിജീവികളുടെ സംസാരമായിക്കൊണ്ട് പുറത്തേക്കെത്തുന്ന ഇത്തരം ആശയങ്ങൾ സമൂഹം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി പിന്നീട് പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴാണ് ആ ഒരു ആശയത്തെ സമൂഹം നെഞ്ചിലേറ്റിയതിന് എന്ത് ഫലമാണ്, അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ടുണ്ടായ ഫലം എന്താണ് എന്ന അതിനെക്കുറിച്ച് നമ്മൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കുകയുള്ളൂ. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ ആധുനിക പ്രത്യയശാസ്ത്രങ്ങളെയും ആശയങ്ങളെയും ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഇങ്ങനെ പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ നമ്മൾ വളരെ പുരോഗമനപരമെന്നും അതുപോലെ തന്നെ സമൂഹത്തെ വളരെ വലിയ രൂപത്തിൽ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കും അതുപോലെ തന്നെ സംതൃപ്തിയിലേക്കും നയിക്കുമെന്നും പലപ്പോഴും ആഘോഷിക്കപ്പെടുന്ന ആശയങ്ങൾ സമൂഹം തന്നെ പിന്നീട് പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇത് വലിയൊരു അപകടകരമായിരുന്നു, ഇതിനെ നമ്മൾ നെഞ്ചോട് ചേർത്തിയതൊരു അബദ്ധമായിരുന്നു എന്ന് ചിന്തിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾക്ക് ഈ ആധുനിക പ്രത്യയശാസ്ത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്.
ഇപ്പോൾ സെക്ഷൽ റവല്യൂഷൻ മാത്രം നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക. വിവാഹത്തിൽ നിന്ന് ലൈംഗികതയെ വേർപ്പെടുത്തി ഏതൊരു മനുഷ്യനും കൺസെൻ്റ് ഉണ്ടെങ്കിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുന്ന സ്വതന്ത്ര ലൈംഗികതയുടെ ഒരു ലോകത്തെ അവർ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി. തീർച്ചയായും അവരൊരു ലൈംഗിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ലൈംഗിക ദാരിദ്ര്യം ഇല്ലാത്തൊരു സമൂഹത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കണ്ടത്. പക്ഷേ 90കളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ തന്നെ എന്താണ് ആ സമൂഹത്തിന് അതിലൂടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന വിധത്തിൽ അവിടെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞർ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ വായിക്കുന്നതാണ്. 90കളിൽ തന്നെ നമ്മൾക്കറിയാം ദ ഫാദർലെസ് അമേരിക്ക, അതുപോലെ തന്നെ 2000 വന്നിട്ടുള്ള ദ ബോയ് ക്രൈസിസ് എന്ന പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിക്കൊണ്ട് എന്താണ് കുടുംബത്തിൻ്റെ ശിഥിലീകരണത്തിൽ കലാശിച്ച ലൈംഗിക വിപ്ലവത്തിൻ്റെ വർത്തമാനങ്ങൾ നമ്മളെ എവിടെ കൊണ്ടെത്തിച്ചു, അതുകൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിക്കൊണ്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുകയും ഒരുപക്ഷെ വൃദ്ധന്മാർ, സ്ത്രീകൾ, കുട്ടികൾ ഇവരുടെയൊക്കെ സംരക്ഷണം പൂർണ്ണമായും നിർവഹിക്കുന്ന അവർക്ക് തണലുമാകുന്ന കുടുംബം എന്ന സ്ഥാപനം അത് ശിഥിലീകരിക്കപ്പെട്ടതിലൂടെ അവിടെ ഉണ്ടായ പുതിയ തലമുറ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ തലമുറയുടെ കുറ്റകൃത്യത്തിൽ അവരെ എത്തിക്കാനുള്ള കാരണങ്ങളിൽ പലപ്പോഴും പറയപ്പെടുന്നത് തന്നെ ഈ കുടുംബത്തിൻ്റെ ശിഥിലീകരണമാണ്. അതുപോലെ തന്നെ അവരിലുണ്ടാകുന്ന ദാരിദ്ര്യം, ഈ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ഇതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ശിഥിലീകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പിന്നെ ആ സൊസൈറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ആശയത്തെ, ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ ആശയത്തെ നെഞ്ചിലേറ്റിയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി ഫെമിനിസം ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം സെക്കൻഡ് വേവ് ഫെമിനിസത്തോടു കൂടി യൂറോപ്പിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട ഒരു അവകാശങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ വെളുത്ത വംശജരായ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുകയും വോട്ടവകാശം, പഠിക്കാനുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സമരങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഇത്തരം അവകാശ പോരാട്ടങ്ങളിൽ നിന്ന് മാറി സെക്കൻഡ് വേവ് ഫെമിനിസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഒരു സ്ത്രീയുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് തടസ്സം നിൽക്കുന്ന പ്രധാന പ്രശ്നങ്ങളായിട്ട് മാതൃത്വത്തെയും കുടുംബത്തെയും ഒക്കെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. സ്വാഭാവികമായും ഫെമിനിസ്റ്റുകൾ പിന്നീട് അധിക കാലവും അവരുടെ സമയവും പേജും പേനയും ഒക്കെ ചെലവഴിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ മാതൃത്വം അത് മോശമാണ്, അതിനെ പൈശാചികവൽക്കരിച്ച് സ്ത്രീയുടെ മുന്നേറ്റത്തിനും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്ന ഒരു സംവിധാനമായി കുടുംബത്തെ ചിത്രീകരിച്ച് കരിയറിസത്തിൻ്റെയും പ്രൊഫഷണലിസവുമാണ് നിങ്ങൾക്കുള്ള പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുകയും പരമാവധി കുടുംബത്തിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിച്ച് ഏകാന്ത ജീവിതത്തിലേക്ക് എത്തിച്ച് ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ഏകാന്തയായ ഒരു സ്വന്തമായി കരിയറുള്ള ഒരു സ്ത്രീയെ ശ്രീലാളിതയായ സ്ത്രീ ആയിക്കൊണ്ട് അവരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച അമേരിക്കയിൽ ഒരുപക്ഷെ ഫെമിനിസത്തിന് ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിതകാലം ചെലവഴിച്ച വ്യക്തിത്വമാണ് ബെറ്റി ഫ്രീഡൻ. അവരുടെ പ്രധാനപ്പെട്ട പുസ്തകം ഇന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, അതുപോലെ തന്നെ വായിക്കാൻ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ്. പക്ഷെ അവർ പിന്നീട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് അവർ എഴുതിയ പുസ്തകമുണ്ട് ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകൾ ഈ ഫെമിനിസം എന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി സംസാരിക്കുകയും സ്ത്രീകളുടെ പുരോഗമനത്തെക്കുറിച്ചും അവരുടെ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചും സംസാരിച്ച ഒരു സ്ത്രീ പിന്നീട് ഒരു ഫെമിനിസ്റ്റ് വ്യക്തിത്വം പിന്നീട് എഴുതുന്ന പുസ്തകമാണ് ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അവർ വളരെ അധികം ഖേദിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും കാലം ഈ സമൂഹത്തോടും എൻ്റെ ചെറുപ്പക്കാരികളായ സ്ത്രീകളോടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് തെറ്റായിരുന്നു. കുടുംബവും റിലേഷൻഷിപ്പും അത് നൽകുന്ന അർത്ഥവും അത് നൽകുന്ന സമാധാനത്തെക്കുറിച്ചും അവരുടെ അവസാന കാലത്ത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇത് തുടർച്ചയായി നമ്മൾക്ക് കാണാവുന്ന ഒരു പാറ്റേൺ ആണ്. പലപ്പോഴും സമൂഹത്തിൽ ഇത്തരത്തിൽ പുരോഗമന കുപ്പായം അണിഞ്ഞെത്തുന്ന ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ സമാധാനത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും വാചാലരാകുന്ന ഇത്തരം ആശയങ്ങളുടെ വക്താക്കൾ പിന്നീട് പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ സമൂഹത്തെ ദുരന്തത്തിലേക്ക് എത്തിക്കുന്ന, സമൂഹം തന്നെ ഖേദിക്കുന്ന, ഇത് ശരിയല്ലായിരുന്നു, ഇത് പ്രശ്നമായിരുന്നു എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നത് ഒരു കഥ പറഞ്ഞിട്ടാണ്. മിഷാൽക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയൊരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ഇതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച്, ഈ പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളുടെയും ശരികളെക്കുറിച്ചൊക്കെ നമ്മൾ സംവദിക്കാം, അതുമായിട്ടുള്ള തത്വശാസ്ത്ര യുദ്ധങ്ങൾ നമുക്ക് നടത്താം. പക്ഷെ അതിനേക്കാൾ നമ്മൾക്ക് എളുപ്പമായിട്ടുള്ള കാര്യം ഇത്തരം ആശയങ്ങളൊക്കെ പൂർണ്ണമായി പിൻപറ്റുകയും സ്വാംശീകരിക്കുകയും അതിനെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങൾ, പൂർണ്ണമായി നടപ്പിലാക്കുകയും ചെയ്ത സമൂഹങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കാനുള്ള, അവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം മാത്രം നമ്മൾ തീർച്ചയായിട്ടും നടത്തിയാൽ മതി എന്നുള്ളതാണ്.
അപ്പോൾ ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു ചട്ടിയിൽ എന്തോ മൂടി വെച്ചിട്ടുണ്ട്, അമ്മ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൂത്ത മകൻ അതിലൂടെ വന്നു. അപ്പോൾ അവന് സംശയം, ഇതിൽ എന്താണുള്ളത്. രണ്ടാമത്തെ മകനും വന്നു, അവനും സംശയം, ഇതിൽ എന്താണുള്ളത്. അപ്പോൾ ഇതിൽ ഇതാണ് ഉള്ളതെന്ന് അവർ പരസ്പരം സംവാദത്തിൽ ഏർപ്പെടാണ്, ഗവേഷണത്തിൽ ഏർപ്പെടാണ്. ഒരാൾ അമ്മ ഈ ദിവസം എന്തായിരിക്കും ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരാൾ അതിൻ്റെ ഭാഗത്ത് കിടക്കുന്ന കഷ്ണങ്ങളും പൊടിയും അതൊക്കെ നോക്കി എന്തായിരിക്കും ചട്ടിക്കകത്ത് ഉണ്ടാകുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇളയ മകൻ വന്നിട്ട് ആ ചട്ടിയുടെ മൂടി മാറ്റുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പോത്തിറച്ചിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ നടപ്പിലാക്കിയ രാഷ്ട്രങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, അവിടെയുള്ള സമൂഹത്തിൽ എന്ത് പ്രത്യാഘാതമാണ് ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. സത്യത്തിൽ ഇന്ന് സമൂഹത്തിൽ പുരോഗമന കുപ്പായമണിഞ്ഞെത്തുന്ന പല പ്രത്യയശാസ്ത്രങ്ങളെയും പ്രതിരോധിക്കാൻ നമുക്ക് മതിയായ വൈജ്ഞാനിക സമ്പത്ത് അത്തരം സമൂഹങ്ങൾ തന്നെ നൽകും എന്ന ബോധ്യം നമ്മൾക്കുണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായും ഇനി നമ്മളെ ചർച്ചയിലേക്കും ചോദ്യങ്ങളിലേക്കും പോകാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. With very quick enlightening speech, the total topic is covered over there. Alhamdulillah. Let us get into the Q&A. That is the most important things which of the session. Before that, I would like to recognize Akbar Ka. He was last 3 days, he was in the hospital. Last night he got discharged. He was not advised by our own chairman. Dr. Naufal told, don't come. But still he took all the pain. He told that this program I have to attend. This program I want to be there. On that commitment, he made it. Jazakallah khair Akbar Ka for making it this possible. Yeah, first question I'll go with you. I come from Bangalore. Recently, what is famous for Bangalore, apart from IT industry? What is ബാംഗ്ലൂരിൽ ഇപ്പോൾ അധികം ബാംഗ്ലൂരിനെ കുറിച്ച് പറയുന്നത് എന്തിനാണ്? IT ഇൻഡസ്ട്രി അല്ലാതെ. യെസ്, ഡ്രഗ്സ്. That is what is coming up. Kerala, equally it is there. 4 years back, I was mentioned in a forum, somebody asked me, is it so bad? Today, it is there in my house or next to my house or everywhere in and around Kerala also. Akbar Ka, with this growing threat of drugs, what is the practical steps can a family take safeguard our children? നമ്മളെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ സേഫ്ഗാർഡ് ചെയ്യാൻ പറ്റും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവരെയും അലട്ടുന്നൊരു ചോദ്യമാണ് ഇവിടെ ഈ ഒരു സെഷൻ്റെ തുടക്കമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നേരത്തെ അസീം അവതരിപ്പിച്ച വിഷയത്തിൽ ഉള്ള ഇപ്പോൾ ലിബറലിസം ആണെങ്കിലും ഫെമിനിസം ആണെങ്കിലും അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഇസങ്ങളാണെങ്കിലെല്ലാം അതുമായി നടക്കുന്ന ആളുകൾ പോലും പരസ്യമായി വിമർശിക്കുന്ന ഒന്നാണ് ഇന്നത്തെ ഡ്രഗ്സിൻ്റെ, കുട്ടികൾ പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെ വ്യാപനവും അതിൻ്റെ പ്രശ്നങ്ങളും. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാണ്. പാരൻസ് എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരെയും അസ്വസ്ഥമാക്കുന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ അതിന് സത്യത്തിൽ എന്താണ് പരിഹാരം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടതുണ്ടാകുന്നു എന്ന കാര്യത്തിലുള്ള പഠനങ്ങളിലേക്ക് കയറുന്നതുകയും അവിടെ എന്ത് പരിഹാരമെന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യലായിരിക്കും നല്ലതെന്നുള്ളത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഡ്രഗ്സിലേക്ക് പോകാനുള്ള കാരണങ്ങളായി ആ വിഷയം പഠിച്ചിട്ടുള്ള. പ്രത്യേകിച്ച് അഡോളസൻസാണ് പൊതുവെ ഡ്രഗ്സിലേക്ക് ഭയങ്കര വല്ല അട്രാക്റ്റ് ചെയ്താലും പെട്ടെന്ന് അതിൽ അഡിക്റ്റായി മാറുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പോൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെയാണ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ പോകാനുള്ള കാരണങ്ങൾ 3ആയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേത് അഡോളസൻ പ്രായത്തിലുള്ള ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷൻ മൈൻഡ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
ഈ രണ്ട് കാര്യങ്ങൾ ആ പ്രായത്തിലുണ്ടാവും. നമ്മളെല്ലാ പ്രായത്തിലൂടെ കടന്നു വന്നതാണ്. ഏത് പുതിയത് കണ്ടതാലും അതിനെ പിന്നിൽ പോകാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. എന്തുണ്ടായാലും അത് അനുഭവിക്കാനുള്ള ഒരു ത്വരയുണ്ടാകും. എല്ലാം വളരെ സ്വാഭാവികമായ സംഗതികളാണ്. അപ്പോൾ അതിനെ ചാനലൈസ് ചെയ്യാൻ കഴിയുക, അത് പോസിറ്റീവായി ചാനലൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പാരൻസ് എന്നുള്ള നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പാരൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സാധാരണ പറയാറുള്ളൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, നമ്മൾ ഒരു ഷെപ്പേർഡ് പാരൻറ്റിങ് മാതൃകയാക്കണം എന്നാണ്. ഇത്ര കാര്യങ്ങൾ ഷെപ്പേർഡ് പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഷെപ്പേർഡ്സ് എങ്ങനെയാണോ അവയുടെ ഹേർഡ്സിനെ അഥവാ അവയുടെ ആടുകളെ സംരക്ഷിക്കുന്നത് ആ രൂപത്തിൽ നിന്നാണ്. കാരണം നമുക്കറിയാം, കാടുകളിലേക്ക് ആടുകളെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഈ ആട്ടിടയന്മാർ രാത്രി കിടന്നുറങ്ങുവാൻ വേണ്ടി അവർ ഏതെങ്കിലും ഗുഹ കണ്ടെത്തിയിട്ട് ആടുകളെ ഗുഹയിലേക്ക് ആക്കുന്നതാണ്. എന്നിട്ട് അവർ ഈ ഗുഹാമുഖത്ത് ക്രോസ് ആയിട്ട് കിടക്കും. ആ കിടന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആടുകൾ അനുസരണയില്ലാത്ത ജീവികളാണ്. അത് പുറത്ത് ചാടാൻ സാധ്യതയുണ്ട് ഏത് സമയത്തും. അപ്പോൾ ആ ചാടുന്നത് ഇവരറിയണം. ഇതാണ് ഇതിലെ പോയിൻ്റ്. അവിടെ ക്രോസ് ചെയ്ത് കിടന്നു കഴിയുമ്പോൾ തീർച്ചയായും ആടുകൾ പുറത്തേക്ക് ചാടുകയാണെങ്കിൽ ഇവരറിയും. അതേപോലെ തന്നെ ചെന്നായ്ക്കളാണല്ലോ ഇവർ ഭയപ്പെടുന്നത്. ചെന്നായ്ക്കൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇവരറിയും. അങ്ങനെ അറിയുന്ന രൂപത്തിൽ ഉള്ള ഒരു ക്രോസ് ആയിട്ട് കിടക്കുന്ന ഒരു ഷെപ്പേർഡ്സിൻ്റെ രീതിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആ പ്രായത്തിലുള്ള മക്കൾ ഏതിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണെങ്കിലും, ഏതൊരു ക്യൂരിയോസിറ്റിയിൽ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിലും, ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ അറിയുന്നൊരവസ്ഥയുള്ള രൂപത്തിലുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ് പാരൻസ് കുട്ടികളോട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി ഒന്നാമതായി ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായി ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളായി പറയുന്നത് പിയർ പ്രഷറാണ്. പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ പിയർ റെക്കഗ്നേഷൻ, പ്രത്യേകിച്ച് അഡോളസൻസിലെത്തുന്നതോടുകൂടി, ടീനേജ് പ്രായത്തിലെത്തുന്നതോടുകൂടി കുട്ടികളുടെ ഒരു ഫോക്കസ്, ഒരു അറ്റാച്ച്മെൻറ്റ് മാറുന്നൊരു കാലമാണ്. കുട്ടികളുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ അതുവരെ ഒരു പാരൻ്റൽ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഇനി എന്തായിരുന്നാലും കുട്ടികൾക്ക് കൂടുതലുണ്ടാവും. ആ പാരൻ്റൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് പിയർ അറ്റാച്ച്മെൻറ്റിലേക്ക് പോവുകയും പാരൻ്റൽ റെക്കഗ്നേഷനിൽ നിന്ന് പിയർ റെക്കഗ്നേഷനെ കൂടുതൽ ആസ്വാദകരമായി തീരുകയും ചെയ്യുന്ന ഒരു കാലമാണത്. ആ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുട്ടികളുടെ ഒരു സോഷ്യൽ ബിഹേവിയറിനെയും രൂപപ്പെടുത്തുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് പിയർ പ്രഷർ, പിയർ റെക്കഗ്നേഷൻ, ഈ രണ്ട് പദങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിയർ റെക്കഗ്നേഷന് അവരുടെ ഒരു ചുറ്റുപാടുള്ള അവരുടെ കൂട്ടുകാരുടെ റെക്കഗ്നേഷന് വേണ്ടി ആണ് പലപ്പോഴും ഇത്തരം തിന്മകളിലേക്ക് കുട്ടികൾക്ക് പോകുന്നത്. അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടാവുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിയർ റെക്കഗ്നേഷൻ. അവർക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള പിയർ ഗ്രൂപ്പ്സിൽ അവരെ സ്വാഭാവികമായും പെടുത്തുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്തെങ്കിലും രൂപത്തിലുള്ള പിയർ ഗ്രൂപ്പുകൾ, അത് ഫ്രണ്ട്ഷിപ്പ് സർക്കിളുകളാണെങ്കിലും ഇസ്ലാമിക് ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാം അതിലേക്ക് കുട്ടികളെ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെ ആണ് ഇസ്ലാമിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ MSM പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്തരം സമയങ്ങളിൽ കുട്ടികളെ അത്തരം പ്രസ്ഥാനങ്ങളിൽ അംഗങ്ങളാവുകയും അവിടെ നിന്ന് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് റെക്കഗ്നേഷൻ കിട്ടുന്ന അവസ്ഥ, അവരംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുകയും അവരെ ആ കാര്യങ്ങൾ അവർക്ക് അവർക്ക് ആ രൂപത്തിൽ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാകുന്ന, അഥവാ പോസിറ്റീവ് എന്ന് പറയുന്നത് നന്മകളിലേക്കുള്ള പ്രഷറിലേക്ക് പ്രഷർ ആ സമയത്ത് ഒരു തരത്തിൽ പോസിറ്റീവായി വർക്ക് ചെയ്യുന്നൊരു സമയം കൂടിയാണത്. അപ്പോൾ ആ രൂപത്തിലായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഈ എനർജി ആ രൂപത്തിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രശ്നമായി പറയാറുള്ളത് ഇമോഷണൽ ഇഷ്യൂസാണ്. ഇമോഷണൽ ഇഷ്യൂസ് പല രൂപങ്ങളിൽ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ആ സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ടെസ്റ്റോസ്റ്ററോൺ ഫ്ലോ ഉണ്ട്. അതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുണ്ട്. മീഡിയകളിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് ഉണ്ട്. മീഡിയകൾ ഉപയോഗിച്ചുള്ള ഇത്തരം കാര്യങ്ങളെ ഐഡലൈസ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന കുട്ടിക്ക് വീട്ടിലെ ഉപദേശങ്ങൾ, വീട്ടിലെ നിർദ്ദേശങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ
അത് ഒരു പോസിറ്റീവായിട്ടുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ കഴിയണം. ആ സമയത്ത് ഒരുപാട് പ്രഷറുള്ള കുട്ടിയാണ്, ഇമോഷണൽ ഇഷ്യൂ ഉള്ള കുട്ടിയാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു വലിയ മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥകൾ മുഴുവനുമാവുകയും എന്നാൽ ആ ശാരീരിക അവസ്ഥകളെ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമയം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ സ്വാഭാവികമായിട്ടുള്ളതാണ്. ആ ഉള്ള പ്രഷർ നമ്മൾ മനസ്സിലാക്കുകയും ആ പ്രഷറിനെ പോസിറ്റീവായി കൊണ്ടുപോകാൻ ആവശ്യമായ സംഗതികൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഇസ്ലാമികമായ ബോധനങ്ങളും കാര്യങ്ങളും കൊടുക്കുകയും അതോടൊപ്പം തന്നെ കുട്ടിക്ക് നല്ല രൂപത്തിലുള്ള മോഡലുകളാകാൻ നമുക്ക് കഴിയുകയും ചെയ്യാമെന്നുള്ളതാണ് ആ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സ്ട്രെസ് ഉണ്ടല്ലോ, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിട്ട് വീട് മാറുന്നൊരവസ്ഥ വരണം. സ്ട്രെസ്സ് കൂട്ടുന്നൊരു സ്ഥലമായിട്ട് വീട് മാറരുത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സ് മാറാനാണ് പലപ്പോഴും ഈ ഒരു ഇത്തരം സംഗതികൾ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളോ നിർദ്ദേശിക്കുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒന്നാമത്തെ തലം അതായി മാറുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകളിൽ സ്ട്രെസ്സ് റിലീസ് ചെയ്യുന്ന സ്ഥലമായി വീട് മാറുന്ന, ഞാൻ പ്രത്യേക അടിവരയിട്ട് പറയുന്നു, ആ കുട്ടിക്ക് സ്ട്രെസ്സ് പോകുന്ന സ്ഥലമാണ് വീട്, സ്ട്രെസ്സ് വർദ്ധിപ്പിക്കുന്ന സ്ഥലമാകരുത് വീട്. ഈ കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇസ്ലാമികമായ ബോധനം നൽകേണ്ടതും അതേപോലെ തന്നെ ആ രംഗത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം നൽകേണ്ടതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം നൽകേണ്ടത് വളരെ നിർബന്ധമാണ്. ആ ജീവിത ലക്ഷ്യം തന്നെ ഇവിടെ ആസ്വദിക്കലല്ല എന്നുള്ള ബോധം നൽകണം. അതോടൊപ്പം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നൽകണം. അള്ളാഹു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ള അറിവ് നൽകണം. ഇതെല്ലാം ഈ മൂന്നാമത്തെ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ കുട്ടികളുടെ ഇമോഷൻസ് അതിനെ യഥാരൂപത്തിൽ ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ രംഗത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് തോന്നുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഡീറ്റെയിൽ ആയിട്ട് അക്ബർക്ക പറഞ്ഞു. എനി ക്വസ്റ്റ്യൻസ് സപ്പോർട്ടിങ് ടു ദിസ്, എനി ഫ്രം ദ ഓഡിയൻസ് സൈഡ്? ഇത് ഒരു സെഷൻ മോണോട്ടസ് സെഷനായി പോകരുതെന്നുള്ളതാണ് നമ്മളുടെ റിക്വസ്റ്റ്. അതുകൊണ്ട് എനി ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഓഡിയൻസ് സൈഡ്, ഈച്ച് ടോപ്പിക് ക്യാൻ ബി റൈസ് ഹാൻഡ്, ദ മൈക്ക് വിൽ ബി സർക്കുലേറ്റഡ്. No? I think everything they understood, they are going to implement this. Okay. Tanveer. ഇപ്പോൾ പിയർ പ്രഷർ പറഞ്ഞു അക്ബർക്ക. പിയർ പ്രഷറാണ് ഇതിൻ്റെ മെയിൻ റീസൺസായി വരുന്നത്. നമ്മളിപ്പോൾ ഐ എം കമ്മിങ് ഫ്രം, ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂരിൽ ഞാൻ കണ്ടത്. ഇന്ന് രാവിലെ ഞാൻ ഒരു ന്യൂസ് ചാനൽ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് വെൻ ഐ കമ്മിങ് ഇൻ ദ ഫ്ലൈറ്റ്, ഐ ജസ്റ്റ് ഓപ്പൺ ദ ന്യൂസ് ചാനൽ. ദ ഫസ്റ്റ് ന്യൂസ് ഞാൻ കണ്ടത് ഒരു റിയലി ഷോക്കിംഗ്. 13-year-old and 16-year-old. This is the case is taken recently. Last 2 weeks this case is taken. 13-year-old and 16-year-old boys had alcohol, liquor in a basement of a apartment. After the alcohol, after intoxicated, enda nadakavada, they gone everything they did. Somebody who went and safeguarded the place, other 2 people were doing everything. After that 2 months they continue the same process on the same place. Adu kainna aa kuttike a boy, that girl doesn't had a problem, that boy had a problem, and that boy become more of he gone into depression, that I have done a mistake. Then 2 years he was under depression, he is not able to cope up anything on that life. Situation lana he went to the counselor to counseling. Avada check ചെയ്ത് സംസാരിച്ചപ്പോഴാണ് he expressed everything whatever happened, because he was 16, that time it was 18 years. He went and expressed everything. That time they understood that this is the problem. They immediately called the cops and they arrested all the 3 boys, and the girl they took it up because they can't even reveal the name. The age is only 13 and 16. That is the level of things are moving out. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ how do we handle the peers? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ പുതിയ തലമുറ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായൊരു സാമൂഹിക സാഹചര്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലഹരിയെക്കുറിച്ച് പറഞ്ഞു, അതുണ്ടാക്കുന്ന അക്രമാസക്തിയെക്കുറിച്ച് പറഞ്ഞു. ഇത് തീർച്ചയായും ഒരു പുതിയ കാര്യമല്ല. നമ്മളുടെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ തന്നെ സമൂഹത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ പുതിയ കാലത്ത് വന്ന പ്രധാനപ്പെട്ട കുറേ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് വളരെ വ്യാപകമായി തീരുകയും അതൊരു നോർമൽസി കൈവരിക്കുകയും പുതിയ തലമുറ വളരെ ഡീസൻ്റായ ഒരു ഏർപ്പാടായി ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണാൻ തുടങ്ങുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പിയർ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ, ആ പ്രായത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവരുടെ സ്വാധീനം അതിലൊരു ഘടകമാണ്. സോഷ്യൽ മീഡിയ ഒരു ഘടകമാണ്, ഇവിടുത്തെ സിനിമകൾ ഘടകമാണ്, മീഡിയ ഒരു ഘടകമാണ്, പലതും ഘടകങ്ങളാണ്. ഇത് പക്ഷേ അത്ര എളുപ്പമല്ല ഇതിനെ മറികടക്കാൻ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ പറയുന്നത്. വളരെ ടഫായിട്ടുള്ള, ചില ഡിഫിക്കൽട്ടായിട്ടുള്ള സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ, നമ്മളിങ്ങനെ ഒരു പരിപാടിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ, നമ്മളൊരു MSMൻ്റെ മീറ്റിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ, പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ, മദ്രസയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ, നമ്മളുടെ കുട്ടി ചെന്ന് കയറുന്നത് വളരെ വ്യത്യസ്തമായൊരു ലോകത്തേക്കാണ്. അത് സ്കൂളാകാം, കോളേജാകാം, അവൻ മുഖാമുഖം നിൽക്കുന്ന മീഡിയ ആകാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാകാം, എന്താകാം. അവിടുന്ന് അവന് കിട്ടുന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷന് നേരെ വിരുദ്ധമായ, നേരെ വിപരീതമായൊരു എഡ്യൂക്കേഷനാണ്. ഇത് മുമ്പ് കാലത്ത് ഒരു സെക്യുലർ ലെവലിൽ ഇതേപോലുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു സർവ്വവ്യാപ്തി അത് കൈവരിച്ചിട്ടില്ല. ഇപ്പോൾ നേരത്തെ മുസ്തഫ സാഹിബ് കുറേ വിഷയങ്ങൾ പറഞ്ഞല്ലോ, വസീം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഫെമിനിസത്തെക്കുറിച്ച്, നമ്മൾ ജെൻഡർ ന്യൂട്രൽ ട്രെൻഡ്സിനെ കുറിച്ച്, ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ വീക്ഷണം, ഇപ്പോൾ ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സുകളെല്ലാം തന്നെ ഉള്ളടക്കത്തിൽ ഒന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഈ പറയുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ ഡിസ്കോഴ്സുകളും ഫലത്തിൽ ഒന്ന് മാത്രമാണ്. അതിന് പലതരത്തിലുള്ള പേരുകൾ നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പോസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അത് വേറൊരു സന്ദർഭത്തിലുള്ള പ്രയോഗമാണ്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യയശാസ്ത്രങ്ങൾ മരിച്ചിരിക്കുന്നു, ദർശനങ്ങൾ മരിച്ചിരിക്കുന്നു. നമ്മൾക്കിപ്പോൾ ഒരൊറ്റ ആശയം മാത്രമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. ആ ആശയം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ ഈ പൊടിപ്പും തൊങ്ങലും വെച്ച് വെറുതെ അതിനെ നല്ല വാക്കുകളിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ്. നമ്മൾ പിന്തുടരേണ്ട ഒരു മോറൽ കോഡില്ല, നമ്മൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങളില്ല. നമ്മളുടെ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. നമ്മളുടെ ജീവിതം നമ്മൾക്ക് ഇഷ്ടമുള്ള പരീക്ഷണങ്ങളിലൂടെ എല്ലാം കൊണ്ടുപോയി സന്തോഷം കണ്ടെത്താനുള്ളതാണ്. അതിൽ നമ്മളെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സർവൈലൻസിന് നമ്മൾ വിധേയരാകരുത് എന്ന തരത്തിലുള്ള ഒരാശയം. ആ ആശയം തന്നെയാണ് നമ്മൾ ലിബറലിസമായിട്ടും ഫെമിനിസമായിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡിക്ഷൻസ് ആയിട്ടും ഒക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇവിടെ അഡിക്ഷൻസിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ DJ പാർട്ടികൾ എന്ന് പറയുന്ന സംഭവം നമ്മളുടെ നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടുകെട്ട് എന്ന് പറയുന്നൊരു സാധനം അത് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു പുതിയ സാമൂഹിക ഇടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും കോളേജുകളിൽ DJ പാർട്ടികളാണ്. ഈ DJ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെസ്റ്റിൽ അത് ഉണ്ടായി വന്ന ഒരു രീതി നമ്മൾ പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ നേരത്തെ അക്ബറൊക്കെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ കുട്ടിക്ക് ഇഷ്ടമല്ല, അവിടെ സ്വൈരമല്ല, സമാധാനമല്ല, അവന് നിൽക്കാൻ ആഗ്രഹമുള്ളൊരു സ്പേസ് അല്ല അത്. കോളേജിൽ അതിൻ്റേതായ പ്രഷറുകളുണ്ട്. ഈ പ്രഷർ മുഴുവൻ റിലീസ് ചെയ്ത് കുട്ടിക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു രീതിയാണ് ഈ DJ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ. അത് മ്യൂസിക് മാത്രമല്ല, ഡാൻസ് മാത്രമല്ല, അവിടുത്തെ ഡിം ലൈറ്റ് മാത്രമല്ല. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ DJ പാർട്ടികൾ ഉണ്ടായി വന്ന സമയത്ത് അവർ ഉപയോഗിച്ചത് ഡ്രഗ്സ് കൂടിയാണ്, മയക്കുമരുന്നുകൾ കൂടിയാണ്. അപ്പോൾ ഈ മയക്കുമരുന്നുകൾ കൂടി ഉപയോഗിച്ചിട്ട് ഈ DJ പാർട്ടികൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തെയാണ് ശരിക്കും
വൈബ് എന്ന് വിളിച്ചത്. നമ്മളിപ്പോൾ ഈ വൈബ് എന്ന് പറയുന്നുണ്ടല്ലോ, കുട്ടികൾ അവിടെയാണ് ഒരു വൈബ് കിട്ടുക, ഇവിടെയാണ് ഒരു വൈബ് കിട്ടുക. ഈ വൈബ് എന്ന് പറഞ്ഞ പ്രയോഗം പോലും ശരിക്കും ഈ പാർട്ടികളിൽ നിന്നുണ്ടായതാണ്. ഇത് വളരെ ലളിതമായ കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നു, നമ്മൾ റിലാക്സേഷൻ ആഗ്രഹിക്കുന്നു. അത് ഒരേ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ അവർ കൂട്ടുകൂടി ഒരു റിലാക്സേഷൻ കണ്ടെത്തുന്നു. ഈ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ, സന്തോഷം എന്ന് പറഞ്ഞാൽ രസതന്ത്രപരമായ ഒരു അനുഭവമാണ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ രാസസമവാക്യങ്ങൾ ഉപയോഗിച്ച് സന്തോഷത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ കഴിയും. നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ തലച്ചോറിൽ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് നമ്മൾക്ക് സന്തോഷം എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ചില കെമിക്കൽസ് നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് എടുത്താൽ ഡോപ്പമിനും സെറോട്ടോണിനും ഒക്കെ അവിടെ റിലീസ് ചെയ്യപ്പെടും. അത് നമ്മൾക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇത് മുഴുവൻ ചെയ്യുന്നത്. അത് നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ളതാണെങ്കിൽ, അടിച്ചു പൊളിക്കാനുള്ളതാണെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഇപ്പോൾ നേരത്തെ സിമോൺ ദി ബൊവയുടെ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റി പറഞ്ഞു. ഈ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന 2 കോൺസെപ്റ്റുകളുണ്ട്. ഞാനിതിൻ്റെ ഒരു വേര് നമ്മൾക്ക് മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണ്. ഒന്ന് ഇമ്മനൻസ് ആണ്. ഇമ്മനൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിക്കണ പോലെ അങ്ങനെ ജീവിക്കുക. നമ്മളുടെ വാപ്പ ജീവിച്ച പോലെ, നമ്മളുടെ വല്യാപ്പാർ ജീവിച്ച പോലെ അവർ ചെയ്തതൊക്കെ ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക. ഇതൊരു ബോറൻ പരിപാടിയാണ്. അതേസമയം ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക. നമ്മൾക്കൊരു അസ്തിത്വമുണ്ട്, നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. ആ എക്സിസ്റ്റൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് അല്ല. ഇതാണ് സിമോൺ ദി ബൊവേ ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എന്നുള്ള നിലക്ക് വളരെ ഫോഴ്സ്ഫുള്ളി ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം. ഇതാണ് അവർ പെൺകുട്ടികളോട് പറയുന്നത്, നിങ്ങളിങ്ങനെ കല്യാണം കഴിക്കുക, പ്രസവിക്കുക, മുലയൂട്ടുക, കുഞ്ഞിനെ വളർത്തുക. ഇത് എന്ന് പറഞ്ഞാൽ വളരെ ഇമനൻസ് ഉണ്ടാക്കുന്ന, ജീവിതത്തിൽ മടുപ്പുണ്ടാക്കുന്ന, ആവർത്തന വിരസത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിന് പകരം നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് എഴുതണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ആ തീരുമാനിച്ചിട്ട് വളരെ ഭ്രാന്തമായ വൈൽഡായ പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തുക. എന്നിട്ട് സന്തോഷത്തിൻ്റെ പുതുവഴികൾ കണ്ടെത്തൂ. ആ പുതുവഴികൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കാലത്ത് ആ സന്തോഷത്തിൻ്റെ നുരയാണ്, പതയാണ്, അതിനുള്ള ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായ ആ പ്രായത്തിലുള്ള കുട്ടികൾ എന്നുള്ള നിലക്ക് അവർക്ക് അത് അനുഭവിക്കുമ്പോൾ അവർ ജീവിതത്തിൻ്റെ ഒരു സായുജ്യം അതിൽ കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ മതത്തിന് മാത്രമേ കഴിയൂ, മതപാഠങ്ങൾക്ക് മാത്രമേ കഴിയൂ, നമ്മളുടെ പിയർ ഗ്രൂപ്പുകൾക്ക് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് വഴി മാത്രമേ കഴിയൂ. നമ്മളൊരു ശരീരം മാത്രമല്ല എന്നും ആ ശരീരത്തിനുള്ളിലൊരു ആത്മാവുണ്ടെന്നും യഥാർത്ഥ സന്തോഷം ആ ആത്മാവിൻ്റെ സന്തോഷമാണ് എന്നും നമ്മളുടെ കുട്ടികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തെല്ലാം നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പടച്ചോൻ എന്ന് പറഞ്ഞൊരു സംഭവമല്ല. നമ്മളത് മനസ്സിലാക്കുക. ഇവരുടെ ജീവിതത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ ഇവർക്ക് പകർന്നു കിട്ടുന്ന ഈ ഒരു ജീവിത വീക്ഷണത്തിൽ പടച്ചോനില്ല. പടച്ചോൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതാണ് ജീവിതം എന്നൊരു കാഴ്ചപ്പാടില്ല. ആ പടച്ചവൻ്റെ തൃപ്തി നേടിയെടുക്കുന്നതിലാണ് ആത്യന്തികമായ സന്തോഷം എന്ന തിരിച്ചറിവ് അതിൽ തീരെയില്ല. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇതൊക്കെ ലാഭമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു 10, 60, 70 കൊല്ലം ജീവിച്ച് മരിച്ചു പോകുന്നു. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല. നമ്മൾക്ക് ആരുടെ മുന്നിലും കണക്ക് ബോധിപ്പിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മയക്കുമരുന്നിൽ നിന്ന് സന്തോഷം അനുഭവിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? നമ്മൾ ഇതേപോലെയുള്ള സന്തോഷങ്ങൾ ജീവിതത്തിൽ കിട്ടി ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയാൽ എന്താണ് കുഴപ്പം? ഇതാണ് ഇവരുടെ ചോദ്യം. നമ്മൾ ഇതാണ് നമ്മളുടെ ജീവിതം എന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നിന്ന് മാക്സിമം നമ്മൾ ഈ പ്ലഷർ കണ്ടെത്തുന്നതിൽ എന്താണ് കുഴപ്പം? അതല്ലേ കൂടുതൽ ലോജിക്കലായ വഴി എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ബേസിലാണ് ഇതിന് ചികിത്സ ആവശ്യമുള്ളത്. നമ്മൾ ഏറ്റവും അടിസ്ഥാന തലത്തിലാണ് ഇതിന് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത്. ആ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തൗഹീദിൻ്റെയും ആഖിറത്തിൻ്റെയും റിസാലത്തിൻ്റെയും തഖ്വയുടെയും ഖുശൂഇൻ്റെയും എല്ലാം പാഠങ്ങൾ, അതായത് കുട്ടി ശരിക്കുള്ള സന്തോഷം അള്ളാഹുവിൻ്റെ റിളാ കിട്ടുന്നതിലാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊജക്റ്റ് അതാണ് എന്ന് നമ്മളുടെ കുട്ടിയെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഡിപ്രഷൻ ആകെ ഡിപ്രഷൻ ആണ്. ഇത് പ്രൊഫഷണൽസിൻ്റെ ഒരു മീറ്റാണ്. നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? നമ്മൾ ഡിപ്രസ്ഡ് ആണ്, നമ്മൾ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ടി വരില്ല. നമ്മൾ എപ്പോഴാണ് ഡിപ്രസ്ഡ് ആവണത്? നമ്മൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുമ്പോഴാണ്, അല്ലേ? നമ്മളുടെ ഏതെങ്കിലും ഗോൾസ് അത് നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ്, നമ്മളുടെ ഏതെങ്കിലും എഫേർട്ടുകൾ ഫ്യൂട്ടൈലായി പോകുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഡിപ്രസ്ഡ് ആവുന്നത്. നമ്മളുടെ ലക്ഷ്യം എന്താ? നമ്മളുടെ ലക്ഷ്യം ഒരൊറ്റ ഒന്ന് മാത്രമാണ്, അത് അള്ളാൻ്റെ റിളാ കിട്ടി മരിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ്.
നമ്മൾ ഈ ലോകത്തേക്ക് വന്നതിന് പിന്നിൽ നമ്മളെ ഏൽപ്പിച്ച, അള്ളാഹു ഏൽപ്പിച്ച പ്രൊജക്റ്റ്, നിങ്ങൾ കമ്പനിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കിട്ടുന്ന അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതൊക്കെ വളരെ സിമ്പിളായ, വളരെ സില്ലിയായ കാര്യങ്ങളാണ്. ഞാൻ ആ ഉത്തരവാദിത്തം കുറക്കാനല്ല പറയുന്നത്. നമ്മൾ ജീവിതത്തെ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നമ്മൾക്ക് ഒരൊറ്റ അസൈൻമെൻറ്റേ ഉള്ളൂ, ഒരൊറ്റ പ്രൊജക്റ്റേ നമ്മളെ കയ്യിലുള്ളൂ. അത് അള്ളാൻ്റെ റിള നേടിയെടുക്കുക എന്ന പ്രൊജക്റ്റ് അല്ലാതെ, അസൈൻമെൻ്റ് അല്ലാത്ത ഒരു അസൈൻമെൻറ്റും നമ്മളെ കയ്യിലില്ല. അത്ര ലാഘവത്തോടു കൂടി നമ്മൾക്ക് ജീവിക്കാൻ പറ്റണം. എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രൊജക്റ്റ് ക്യാൻസൽഡ് ആവണില്ല, എൻ്റെ ലക്ഷ്യം പരാജയപ്പെടുന്നില്ല. എനിക്ക് കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് കുറേ സ്ഥലം വാങ്ങാൻ പറ്റില്ല, എനിക്ക് വലിയ വീട് ഉണ്ടാക്കാൻ പറ്റില്ല, വലിയൊരു കാർ ഉണ്ടായില്ല, എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയില്ല, എനിക്ക് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയില്ല. ഇതുകൊണ്ടൊന്നും എൻ്റെ പ്രൊജക്റ്റ് ക്യാൻസൽഡ് ആവുന്നില്ല, എനിക്ക് അള്ള തന്ന അസൈൻമെൻറ്റ് ക്യാൻസൽഡ് ആവുന്നില്ല. ഈ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നടക്കുമ്പോഴും എനിക്ക് അള്ളാൻ്റെ തൃപ്തി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് വിഷയം. ഞാനത് പരിഹരിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളത് വേറെ ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി അവിടെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അള്ളാൻ്റെ അടുത്ത് നിന്ന് അകലുന്നു, തെറ്റുകൾ ചെയ്യുന്നു, തിന്മകൾ ചെയ്യുന്നു, അക്രമങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ചെയ്താലും നമ്മൾക്ക് മടങ്ങി വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾക്ക് തൗബക്ക് ചാൻസ് ഉണ്ട്. പിന്നെയും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ള വാതിലുകൾ നമ്മൾക്ക് മുന്നിൽ തുറന്നിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പിന്നെ എന്തിനാ ഡിപ്രസ്ഡ് ആവണത്? ആ ഡിപ്രഷൻ പരിഹരിക്കാനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്ന് പറയണത്. ഈ രോഗം തന്നെ ശരിക്കും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഞാൻ പറയണത്, നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് അകന്നു പോയാൽ പോലും, ദുന്യാവിലെ നഷ്ടങ്ങൾ പോകട്ടെ, അള്ളാഹുവിൻ്റെ അടുത്തിൽ നിന്ന് നമ്മുടെ ഒരു കുട്ടി അകന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ അകന്നുപോയി, ആ കുട്ടി അകന്നു പോയാൽ ആ കുട്ടിക്ക് സിമ്പിളായിട്ട് തിരിച്ചു വരാൻ പറ്റും അള്ളാഹിൻ്റെ അടുത്ത്, അള്ളാഹിനോട് തൗബ ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവണത്? നമ്മൾ ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും പടച്ചോൻ്റെ തൃപ്തി നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. ആ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മരണം വരെ തുറന്നു കിടക്കുന്ന ഒന്നാണ്. പടച്ചോൻ ഒരിക്കലും അത് ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുതിയ കാലത്തിൻ്റെ ഈ ജീവിത വീക്ഷണം, ഈ പിയർ ഗ്രൂപ്പുകളിൽ തളിർത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ജീവിത വീക്ഷണമാണ്. ആ ജീവിത വീക്ഷണത്തെയാണ് നമ്മൾ വേരോടെ ചികിത്സിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ മയക്കുമരുന്നിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി എത്ര ക്ലാസ് എടുത്തിട്ടും അതുകൊണ്ട് വരുന്നത് നിർത്തൂല. കാരണം അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ലോജിക്കൽ റീസണിങ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ല ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ സിഗരറ്റ് കൂടിൻ്റെ പുറത്ത് ഇത് ആരോഗ്യത്തിന് ഹാനികരാണെന്ന് എഴുതി വെച്ചുകൊണ്ട് ആരും അത് വലിക്കാതിരിക്കുന്നില്ലല്ലോ. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ ഈ പറയുന്ന ഐഡിയോളജികളെല്ലാം അതിൻ്റെ പുറത്തുള്ള പലതരത്തിലുള്ള അലങ്കാരങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ എസൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തർബിയത്ത് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അതിനാണ് യഥാർത്ഥത്തിൽ പേരൻസ് എന്നുള്ള നിലക്കും, സംഘടന എന്നുള്ള നിലക്കും, സമൂഹം എന്നുള്ള നിലക്കും നമ്മൾ പരിശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫ്രണ്ട് സർക്കിളുകളാവുക. ആ ഫ്രണ്ട് സർക്കിളുകൾക്ക് നിരന്തരം ഈ എഡ്യൂക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാത്തതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ജസാക്കല്ലാഹ് ഖൈർ. തൻവീർ, ഇതാണ് നമ്മളുടെ ISM ആയാലും ശരി MSM ആയാലും ചെയ്യുന്നത്. നമ്മളുടെ പിയർ ഗ്രൂപ്പിനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകാം, എങ്ങനെ അവരെ നല്ല ദീനിയായ വഴി കൊണ്ടുപോകാം, നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ അച്ചീവിങ് ദ എറ്റേണൽ സക്സസ്, അതാണ് നമ്മളുടെ മെയിൻ ഫോക്കസ്. അതിന് നമ്മൾ എല്ലാവരും സഹകരിക്കണം. അസീം, നിങ്ങൾ ഇനിഷ്യലി പറഞ്ഞു ജെൻഡർ ഈക്വാലിറ്റിനെ കുറിച്ചിട്ടെല്ലാം, ജെൻഡർ ന്യൂട്രാലിറ്റി. സോ വാട്ട് ഈസ് ദ ഐഡിയ ഷേപ്പിംഗ് ദ മൈൻഡ്സ് ഓഫ് യങ് ചിൽഡ്രൻ? And what should be our response to the children as a parents and educators on gender neutrality? ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ തൻവീർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് തോന്നുന്നതാണ് നമ്മളെ ജീവിതത്തെ നിർണ്ണയിക്കേണ്ടതും, ആ തോന്നലുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വരമ്പുകളെയും മൂല്യങ്ങളെയും ഒക്കെ നിശ്ചയിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾക്കറിയാം, ജെൻഡർ ന്യൂട്രാലിറ്റി ഇവിടെ ചർച്ചയാകുന്നൊരു സന്ദർഭം എന്നുള്ളത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയൊരു സന്ദർഭത്തിലാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വാക്കിനപ്പുറം അത് പ്രതിനിധീകരിക്കുന്ന ഒരു ആശയവും അത് കൊണ്ടുവരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും അത് നടപ്പിലാക്കിയ രാഷ്ട്രങ്ങളെ നോക്കി തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അതിനോട് ചേർത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രധാനമായും ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ, SS പാഠപുസ്തകത്തിൽ, സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെ നമ്മൾക്ക് പഠിക്കാനുണ്ട് നമ്മൾ കുട്ടികൾക്ക്. ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്നാണ് ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. അതുപോലെ തന്നെ ബയോളജി 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും ജെൻഡർ തിയറി, വളരെ അശാസ്ത്രീയമായ ജെൻഡർ തിയറിയുടെ പാഠങ്ങൾ വളരെ ശാസ്ത്രീയമെന്ന നിലക്ക് അതിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
നമ്മളെ കുട്ടികൾ പലപ്പോഴും അവർ പഠിക്കുന്ന സ്കൂളുകളിൽ പോയിട്ട് പഠിക്കുന്നത് ഇത്തരം ആശയങ്ങളാണ് എന്ന തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്സ് എന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ലൈംഗികാവയവങ്ങൾ കൊണ്ട് നിർണ്ണയിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നിങ്ങൾ ജെൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് നിങ്ങളുടെ ജെൻഡർ. ഇതാണ് അടിസ്ഥാനപരമായി കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തോന്നലുകൾക്കനുസരിച്ച് ജെൻഡറുകളെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വന്തം തോന്നലുകൾ, സ്വന്തം ഹവയാണ് അവിടെ പ്രധാനപ്പെട്ട അവരെ നയിക്കുന്ന ഘടകമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. നമ്മൾക്കിവിടെ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാട് അവരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുക. ഈ പറയുന്ന പ്രത്യേകിച്ച് മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ ഇത് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, പിന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന TV ഷോകളിൽ അതുപോലെ തന്നെ പലതിലും നിരന്തരം പുഷ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നുള്ളതാണ് നമ്മൾക്കിതിൽ ആദ്യം ചെയ്യാനുള്ള ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സംഭവിച്ച രാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ. ഒന്ന് പ്രധാനമായി നമ്മൾക്ക് പറയാനുള്ളത് അത് കുടുംബത്തിൻ്റെ ശിഥിലീകരണത്തിൽ എന്തായിരുന്നാലും അത് വഴിവെക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈംഗിക വർണ്ണരാജിയിൽ ഏതൊക്കെ ലൈംഗികതയുണ്ടോ, ഞാനിപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എനിക്ക് ചായയാണ് ഇഷ്ടം, മുസ്തഫാക്ക് പറയുകയാണെങ്കിൽ എനിക്ക് കോഫിയാണ് ഇഷ്ടം, ഇതുപോലെ എനിക്ക് സ്വവർഗ ലൈംഗികതയാണ് ഇഷ്ടം, അപ്പോൾ അവിടുന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എതിർവർഗ ലൈംഗികതയാണ് ഇഷ്ടം. ഇങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ വലിയ ദുരന്തമായിരിക്കും കുടുംബം എന്നുള്ള സ്ഥാപനത്തിന് കൊണ്ടുവരിക. അതിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വേറെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ജെൻഡർ ഡിസ്ഫോറിയ വ്യാപകമായിട്ട് അതൊരു സാംക്രമിക രോഗം പോലെ വ്യാപിക്കുമെന്ന സ്ഥിതിവിശേഷവും അതിനോട് ചേർന്ന് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കാണുന്നത് തെറിയൻസ്, ഫറീസ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പ്രത്യക്ഷപ്പെടണം. അതിനു വേണ്ടിയുള്ള കമ്മ്യൂണിറ്റികൾ, ഡിസ്കോഡ്, അതുപോലെ പുതിയ ജെൻസി ആളുകൾ ഉപയോഗിക്കുന്ന പല പ്ലാറ്റ്ഫോമുകളിൽ ഇവർ വരികയാണ്. എന്നിട്ട് പൂച്ചയായി, ചില ആളുകൾ ഒരു വോൾഫായി ഒക്കെ സ്വയം ഐഡൻറ്റിഫൈ ആണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ആണിൻ്റെ ശരീര അവയവങ്ങളുള്ള ഒരാൾക്ക് പെണ്ണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, എന്തുകൊണ്ട് എനിക്ക് വേറൊരു മൃഗമായോ അല്ലെങ്കിൽ ഒരു ഡ്രാഗണായോ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എന്താണ് പ്രശ്നം? ചില ആളുകൾ സ്വയം റൈസ്, ഒരു കറുത്ത വംശജനും വെളുത്ത വംശജനായിട്ട് സ്വയം, അല്ലെങ്കിൽ ഒരു കൊറിയക്കാരനായിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കുക, അതിനനുസരിച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്യുക. ഇങ്ങനത്തെ എക്സ്ട്രീമുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ ഈ ജെൻഡർ ന്യൂട്രൽ വസ്ത്രം നടപ്പിലാക്കുമ്പോൾ അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളത്. അവർ പറഞ്ഞത് ഹെട്രോ നോർമറ്റീവ് എക്സ്പെക്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കണം എന്നാണ് അവർ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞത്. അവർ ട്വിറ്ററിലാണ് ആ ട്വീറ്റ് അവർ എഴുതിയത്. അപ്പോൾ അതിൽ എന്താണ് ഹെട്രോ നോർമറ്റീവ് എക്സ്പെക്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തകർത്ത് കളഞ്ഞ് ആരും പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ക്യൂർ നോർമേറ്റീവ് സൊസൈറ്റിനെ ഉണ്ടാക്കണം. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. അതിപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ വന്നു. പിന്നെ അത് നിരന്തരമായി നമ്മുടെ TV ഷോകൾ, പ്രധാനപ്പെട്ട നമ്മുടെ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ശരീരത്തിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ജെൻഡറിനെ രൂപപ്പെടുത്തേണ്ടത് എന്ന രൂപത്തിൽ നമ്മൾ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾക്കിതിൽ നൽകാനുള്ളത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം? ഐ തിങ്ക് ഓഡിയൻസ് ആർ hooked to the topic. You have. അസ്സലാമു അലൈക്കും. നമ്മൾ എവിടെയോ കേട്ടുകൊണ്ടിരുന്ന ലെസ്ബിയൻ പ്രണയവും വിവാഹമൊക്കെ ചെറുതെങ്കിലും നമ്മുടെ നാട്ടിലും നമ്മൾ കേട്ടു തുടങ്ങി. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ലെസ്ബിയനായി ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 പെൺകുട്ടികൾ മാത്രം ഇക്കത്രം ഫോക്കസ് ചെയ്യപ്പെടുന്നു? അവരുടെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. മുസ്ലിം സൊസൈറ്റിയിൽപ്പെട്ട കുട്ടികൾ മാത്രം ഈ ഹോമോസെക്ഷൽ ആയി ഫോക്കസ് ചെയ്യപ്പെടുകയും അത് ഐഡലൈസ് ചെയ്യപ്പെടുകയും അത് വളരെ വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നുള്ളത്, അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ തെൻവീർ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ലോകത്ത് സത്യത്തിൽ 2 ആദർശങ്ങളെയുള്ളൂ. ഒന്ന് താന്തോന്നിത്വവും മറ്റൊന്ന് ദൈവിക മാർഗദർശനവും. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ആ താന്തോന്നിത്വത്തിന് പല പേരുകൾ വരുന്നു, പല രീതികൾ വരുന്നു എന്നുള്ളതാണ് സത്യം. മതത്തിൻ്റെ മുഖം നൽകുന്നത് പോലും നൽകപ്പെടുന്ന ആദർശങ്ങളുടെ പോലും അടിത്തറകളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ അവർക്കൊന്നും ധാർമ്മിക വിഷയത്തിൽ
കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനത് വിശദീകരിക്കണില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമാണ് ഇത്തരം എല്ലാ സംഭവങ്ങൾക്കും എതിർപക്ഷത്ത് നിൽക്കുന്നത്. ആ എതിർപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തമസ്കരിച്ചു കൊണ്ടല്ലാതെ അവരെ പരമാവധി ഈ രംഗത്ത് ഇത് ചെയ്തുകൊണ്ടല്ലാതെ ഒരിക്കലും തന്നെ ഇത്തരം ആദർശങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഇത്തരം ആശയങ്ങൾ വന്നല്ലോ. ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി വന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ വന്നു. ഏത് സമൂഹമാണത് ചർച്ച ചെയ്തത്? ഏത് സമൂഹത്തിലാണ് അതിനെതിരെയുള്ളൊരു പ്രതികരണങ്ങൾ ഉണ്ടായത്? ഇത് എത്രത്തോളം അപകടകരമാണെന്ന് നമ്മളെക്കാളും ചിന്തിക്കുന്ന ക്രിസ്ത്യൻ സൊസൈറ്റികളുണ്ട്, ഹിന്ദു സൊസൈറ്റികളുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും പ്രതികരണങ്ങൾ വരുന്നില്ല. അവരുടെ ഒന്നും ഇൻ്റലക്ച്വലിസ്റ്റിൽ നിന്ന് ഈ ഇത്തരം കാര്യങ്ങൾ വരുന്നില്ല. എന്താണ് കാരണം? യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മാത്രമാണ് കൃത്യമായ സോളിഡായ ഒരു ധാർമ്മിക പദ്ധതിയുള്ളത്. ആ ധാർമ്മിക പദ്ധതിയെ തകർത്തുകൊണ്ടല്ലാതെ ഇപ്പറഞ്ഞ മൂല്യങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നറിയാം. അത് LGBTQ പ്രസ്ഥാനത്തിനറിയാം, ലിബറലിസത്തിനറിയാം, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ ഈ വിഷയത്തിൽ പരമാവധി എന്ത് ചെയ്യണം, ഈ രൂപത്തിൽ അവതരിപ്പിച്ച് മുസ്ലിം സമൂഹത്തെ കൂടി ആ രംഗത്തേക്ക് കൊണ്ടുപോകണം. മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മറ്റ് ലെവലുകളിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നറിയാം. ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം ലെസ്ബിയൻ സൊസൈറ്റികൾ ഉണ്ടാക്കി, മുസ്ലിം ഹോമോസെക്ഷൽ സൊസൈറ്റികൾ ഉണ്ടാക്കി, അതിനുവേണ്ടിയുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കി. പക്ഷേ അതിനൊന്നും തന്നെ മുസ്ലിം സമൂഹത്തെ ഐഡിയോളജിക്കലായി ആ രംഗത്തൊന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ ഇവിടെ കേരളത്തിലും ഉണ്ടായി വന്നത് ഇത് തന്നെയാണ്. കാരണം ലെസ്ബിയനിസം ആണെങ്കിലും ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും ഇതിലെല്ലാം തന്നെ മുസ്ലിങ്ങളെ ഈ രൂപത്തിലേക്ക് പ്രചോദിപ്പിച്ച് കൊണ്ടുപോവുക, അവരിൽ നിന്ന് ഈ രൂപത്തിലുള്ള ആശയങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന ആളുകൾ ഈ രംഗത്തുണ്ട് എന്ന് വരുത്തുക, മുസ്ലിം സൊസൈറ്റി അവിടെയും പ്രതിക്കൂട്ടിൽ നിർത്തുക, അതോടൊപ്പം തന്നെ ആ രംഗത്ത് പ്രതികരിക്കുന്നവരാക്കി തീർത്ത് കേവലമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി മുസ്ലിം സൊസൈറ്റിയിലെ പണ്ഡിതന്മാരെയും മറ്റെല്ലാം വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. ഇതേപോലെ ഒരുപാട് ലക്ഷ്യങ്ങളാണ് ഇവയ്ക്ക് പിന്നിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി പടച്ചവനറിയാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡോക്ടർ യൂനുസ് സലീം, ഫറൂഖ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക്കിൻ്റെ HOD ആണ്. എനിക്ക് ഈ ചർച്ചകൾ കേട്ടപ്പോൾ വളരെ ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാണ്, ഇതെല്ലാം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ISMനെ ഞാൻ അതിന് അപ്രീഷിയേറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയിലെ ന്യൂജൻ അല്ലെങ്കിൽ ജൻസി എന്നൊക്കെ പറയുന്ന കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നുമല്ല. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ പ്ലാറ്റ്ഫോമുകളാണ്. ഈ പ്ലാറ്റ്ഫോമുകളാണ് നിങ്ങൾ പറഞ്ഞതുപോലെ അവരെ ഈ രീതിയിലേക്ക് നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് മുമ്പിൽ ഒരു മോഡലോ ഒരു പടച്ചവനോ ഒന്നുമില്ല. സ്വാഭാവികമായി അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയെ ഒരു വലിയ ബൾക്കായിട്ടുള്ള സ്വാധീനം സോഷ്യൽ മീഡിയയിൽ നിന്നും, നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി ബിന്ദു എഴുതിയിട്ടുള്ള ആ സംഗതികളിൽ നിന്നും, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ സ്കൂളുകളിലേക്കുള്ള കടന്നുകയറ്റത്തിൽ നിന്നൊക്കെ ബൾക്കായിട്ട് നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് നയിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ നമ്മൾ ഇത്തരം ചെറിയ പദ്ധതികൾ കുറച്ചാളുകൾക്ക് നല്ലത് തന്നെയാണ് എങ്കിൽ കൂടി ഇതുപോലെ ബൾക്കായിട്ട് നമ്മുടെ നാട്ടിലും ഈ രാജ്യത്തും ഈ ലോകത്തും ഇത് അതേ പവറിൽ കൊണ്ടുവരാൻ നമുക്കെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എനിക്ക് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞാൽ മതി. ഒന്നുകിൽ മുസ്തഫ തൻവീർ അല്ലെങ്കിൽ അസീം തന്നല. അസ്സലാമു അലൈക്കും. ഞാൻ ജെൻസിയാണ്. ഞാൻ 2000 മാർച്ച് 27. നിങ്ങൾക്ക് പറയാൻ കുറച്ചും കൂടി അർഹത ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ തെൻവീർക്ക് ആഡ് ചെയ്യും. ഇതിലൊന്നാമതായി പറയാനുള്ളത്, ഡിജിറ്റൽ സ്പേസിൽ നമ്മൾ മനഃപൂർവ്വമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഒന്നാമത്തേതായിട്ടുള്ളത്
MSMൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് തന്നെ ആ രൂപത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ തുടക്ക സമയത്താണ് ഒരു പ്രോഫ് കോണിൽ ഞാൻ പറഞ്ഞു, ഈ ഒഴുക്കിനെ തടയാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അക്ബർക്കായിരുന്നു സംസാരം. അപ്പോൾ അക്ബർ പറഞ്ഞു, പറഞ്ഞത് തെറ്റാണ്, നമ്മൾക്കൊരു തുള്ളിയാകാൻ പറ്റുമെങ്കിൽ ആ തുള്ളിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ നിങ്ങളോട് ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്താണ് ആ ഒരു ജൻസിക്ക് എത്തിക്കാൻ വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ഓരോരുത്തരും സ്വയം ചോദിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MSMനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ തന്നെയുള്ള ആലോചനകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും ബൾക്കായിട്ട് തന്നെ ഞാൻ പറഞ്ഞാൽ ഡിജിറ്റൽ സ്പേസിൽ ഒരു കോണ്ടന്റ് പ്രളയം സൃഷ്ടിക്കണം എന്നുള്ളതാണ് നമ്മളതിൻ്റെ ഒരു മോട്ടോ തന്നെ. ഇപ്പോൾ നോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വലിയ രൂപത്തിലാണ് നമ്മളതിൻ്റെ ഒരു തുടക്കം ആരംഭിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സംഘങ്ങളിലേക്ക് ചേർത്ത് നിർത്തുക, അതിലേക്ക് അവരെ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു പ്രധാനപ്പെട്ട സജഷൻ എന്നുള്ളത്. പിന്നെ ഞാൻ പറയാറുണ്ട്, റസൂൽ പറയുന്നുണ്ട്, അവസാന കാലത്തൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവൻ ദീൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലൊരു ഒരു തീക്കനൽ പിടിച്ചു നിൽക്കുന്നത് പോലെ ആയിരിക്കും. ഇപ്പോൾ പറയാം, പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യം, അവരെ കൈ പൊള്ളുന്നുണ്ട്. ഒരു ബേണിങ് ഹാൻഡ്സാണ് നമ്മുടെ മക്കളുടേത്. ഇത്രയും പ്രഷറും സ്വാധീനവും, ഇതിനിടയിൽ അവർ നമസ്കരിക്കുന്നു, അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നു, ഇതിൽ അടിയുറച്ച് നിൽക്കുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ സമൂഹത്തെ മൊത്തത്തിൽ ആ തലമുറയെ അങ്ങനെ ആക്ഷേപിക്കേണ്ടതില്ല എന്നതുകൂടി ഞാനതിൽ ആക്ഷേപിച്ചു എന്നല്ല, ആക്ഷേപിക്കേണ്ടതില്ല. പലരുടെ സംസാരത്തിൽ ഇത് നശിച്ചു ആ രൂപത്തിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ പ്രതീക്ഷയുടെ ഒരുപാട് തുരുത്തുകളും പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ടും അതിനു വേണ്ട സഹായങ്ങളും നൽകുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശ്രമം എന്നാണ് എൻ്റെ ഒരു അതിൽ വിനീതമായ അഭിപ്രായം. ഇൻഷാ അല്ലാഹ്. തൻവീർ കാട. Okay, we are moving to the next question. This is to Tanveer. എൻ്റെ ഓഫീസിൽ ഒരു റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ I was interacting with, I'm into a media company. I work for a media house, largest media house of the country. ഞങ്ങളിങ്ങനെ ഒരു കൊലീഗ്സ് തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു റീസെൻ്റ്ലി സെലിബ്രേറ്റഡ് 40 years വൺ ഓഫ് മൈ കലീഗ്. അപ്പോൾ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഷീ ടോൾഡ് മീ ദാറ്റ് മൈ മദർ ആസ്ക്ഡ് മീ വെൻ ആർ യു ഗോയിങ് ടു ഗിവ് മീ എ ഗ്രാൻഡ് ചൈൽഡ് ഇൻ മൈ ഹാൻഡ്, എന്നാണ് എൻ്റെ കയ്യിൽ ഒരു പേരക്കുട്ടി നീ തരാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഷീ റിപ്ലൈ ദ ആൻസർ, പേരക്കുട്ടി ഞാൻ തരാം, പക്ഷേ മരുമോനെ നിങ്ങൾ ചോദിക്കരുത്. This is the answer which she told me, and she has told to her mother. Mother has, hey, come on, don't talk like this. This is what her mother told, and she is responded this very cool in front of everybody. Around 40-50 people are there in the office. Very coolly responded. Does the pursuit of financial independence is making these people are more vulnerable, losing the family values? നമ്മൾ പുതിയ കാലഘട്ടത്തിൽ നമ്മളുടെ കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആശയപരമായ സങ്കീർണതകൾ, അതാണ് ശരിക്കും ഈ സംഭവത്തിൽ പ്രതിഫലിക്കുന്നത്. ഇങ്ങനത്തെ സംഭാഷണങ്ങൾക്ക് നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴായി സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണത്. നമ്മളുടെ പുതിയ തലമുറയുടെ ജീവിത വീക്ഷണത്തെ അടിമുടി അഴിച്ചു പണിയാനുള്ള പരിശ്രമങ്ങളാണ് വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ ഫെമിനിസം എന്ന് പറയും. ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ 4th വേവിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 4th വേവ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്നൊരു ഡിസ്കോഴ്സ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ചില വാക്കുകൾ അതിലിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ സെക്സ് പോസിറ്റീവ് ആവുക, ഇതതിൽ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമ്മൾ ബോഡി പോസിറ്റിവിറ്റി അല്ലെങ്കിൽ സെക്സ് പോസിറ്റിവിറ്റി ഇത് ആർജിച്ചെടുക്കാൻ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് 4th വേവ് ഫെമിനിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സജഷനാണ്. ഈ സെക്സ് പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സെക്സിനെ, ലൈംഗികതയെ നമ്മൾ പോസിറ്റീവായി കാണുക, അതുമായി ബന്ധപ്പെട്ട ഷെയിം നമ്മൾ ഒഴിവാക്കുക, അതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഫീലിംഗ് ഓഫ് ഗിൽറ്റ്
അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സെക്സ് എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായ നമ്മളുടെ ശരീരത്തിൻ്റെ വളരെ സഹജമായൊരു ചോദനയാണ്. അപ്പോൾ അത് ആസ്വദിക്കുന്നത് കൊണ്ടോ അനുഭവിക്കുന്നത് കൊണ്ടോ അതിൽ അപമാനകരമായി ഒന്നുമില്ല, ലജ്ജിക്കാനൊന്നുമില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു വശം. ഞാൻ പറയാം, ഇസ്ലാം ശരിക്കും ഒരു പരിധിവരെ ഇതിനോട് യോജിക്കുന്നുണ്ട്. കാരണം ബാക്കി പല മതങ്ങളെയും ആത്മീയ ദർശനങ്ങളെയും പോലെ ലൈംഗികത എന്ന് പറയുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമായ അല്ലെങ്കിൽ അധമമായ ഒരു വികാരമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പക്ഷേ ആ ലൈംഗികതയുടെ പ്രകാശനം എങ്ങനെയാകണം, അത് ഏത് രീതിയിലാകണം എന്നുള്ളിടത്താണ് ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വെക്കുന്നത്. അതിന് വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ്ലാം സജസ്റ്റ് ചെയ്യുകയും അതിനുള്ളിലാണ് സെക്സ് ഫ്ലറിഷ് ചെയ്യേണ്ടത്, അതിനുള്ളിൽ സെക്സ് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. പക്ഷേ ഇവർ ഈ ഫോർത്ത് വേവ് ഫെമിനിസ്റ്റുകൾ, ചിലപ്പോൾ ഫോർത്ത് വേവ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാവില്ല നമ്മളോടൊരു കുട്ടി സംസാരിക്കുന്നത്, പക്ഷെ ആ ഒരു കൊണ്ടൻ്റാണ് അവരിൽ ഉള്ളിലൂടെ പുറത്തേക്ക് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്നത് തകർക്കപ്പെടേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് നമ്മൾ ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ സാർവത്രികമായിക്കൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിഭാസം എന്നുള്ള അർത്ഥത്തിൽ വളരെ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നു. ഡിവോഴ്സികളുടെ ക്യാമ്പുകൾ നടക്കുന്നു. അതായത് ഡിവോഴ്സുകൾ നടന്ന ആൾക്കാർ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, ഡിവോഴ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, വിവാഹ ജീവിതത്തിൽ നിന്ന് ലഭിച്ച മോചനത്തെയും സ്വാതന്ത്ര്യത്തെയും ആഘോഷിക്കാൻ വേണ്ടി അവർ മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെയും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മറ്റ് പല മതങ്ങളുടെയും ഡിവോഴ്സിനെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം സംഭവിച്ചു പോകുന്നു, പക്ഷേ അത് ഒരു യോജിച്ച ഒരു മാച്ച് ആയിരുന്നില്ല, അവർ തമ്മിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ട്, അവർക്ക് ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ആ വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും അതൊരു ബന്ധനമാവരുതെന്നും അത് ജീവിതകാലം മുഴുവൻ അവരെ പ്രയാസപ്പെടുത്തരുതെന്നും പഠിപ്പിച്ചൊരു ദർശനമാണ് ഇസ്ലാം. ഒരാൾ ഡിവോഴ്സ് കഴിഞ്ഞാൽ അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവരൊരു സ്റ്റിഗ്മ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വാഭാവികമായി പുതിയ ജീവിതത്തിലേക്ക് പോകാൻ പറ്റണം, അവരെ സമൂഹം വേറൊരു കണ്ണോടുകൂടി കാണരുത് എന്ന് പഠിപ്പിക്കുന്ന ആദർശമാണ് ഇസ്ലാം. ഇത് നമ്മൾ പറഞ്ഞേ തീരൂ. നമ്മൾ സ്വഹാബിമാരുടെയൊക്കെ ജീവിതം നോക്കിയാൽ വളരെ സ്വാഭാവികമായി തന്നെ വിവാഹ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയ സമയത്ത് അവിടെ ഡിവോഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഡിവോഴ്സിന് ശേഷം അവർ വളരെ നോർമലായി ജീവിച്ചിട്ടുണ്ട്, അവർ പുതിയ വിവാഹങ്ങളിലേക്ക് വളരെ സ്വാഭാവികമായി കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഡിവോഴ്സ് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫിലോസഫി ഇതല്ല. അതൊരു പർട്ടിക്കുലർ മാരേജിൽ നിന്നുള്ള ഫ്രീഡം അല്ല ആ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അവരെ കല്യാണം കഴിച്ച ഒരാൾ അയാളുമായി ഒത്തുപോകില്ല, അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതിൻ്റെ സന്തോഷമല്ല രേഖപ്പെടുത്തപ്പെടുന്നത്. മറിച്ച് മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് സച്ച് അതുതന്നെ പെൺവിരുദ്ധമാണ്, അതുതന്നെ പെണ്ണിനെ അടിച്ചമർത്തുന്നതാണ്. അത് ഒരാണിന് പകരം വേറെ ആയതാണ് വന്നാലും ആണ് വരക്ക് വേണം, ആണ് വേണ്ട എന്നല്ല, പക്ഷേ അതൊരു ഹസ്ബൻഡായി വരുന്ന സമയത്ത്, ഒരു ഫാമിലിയുടെ ഭാഗമായി വരുന്ന സമയത്ത് അതിൽ തന്നെ അത് മർദ്ദനപരമാണ്, അത് പെണ്ണിനെ അടിച്ചമർത്തുന്നതാണ്. അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെടാതെ നമ്മൾക്ക് രക്ഷ ഉണ്ടാവില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഡിവോഴ്സിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ, ഡിവോഴ്സിൻ്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിനുള്ള പരിഹാരത്തെ അല്ല, മറിച്ച് കല്യാണം എന്ന് പറയുന്നതിനെ തന്നെ പ്രശ്നമായി സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഡിസ്കോഴ്സാണ് നടക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കാരണം ഈ സെക്സ് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ആശയം സെക്സിനെ കേവലമായി സെലിബ്രേറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ഒരു സെക്സ്, ഏതെങ്കിലും ഒരു രീതിയിലുള്ള സെക്സ്, ഒരാളുമായിട്ടുള്ള സെക്സ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ ഓട്ടോണമി ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനാണ്. അയാളുടെ കൺസെൻ്റാണ് പരമപ്രധാനം. നമ്മൾ കൺസെൻറ്റ് എന്ന് കേട്ട് നമ്മളുടെ പോലും വ്യവഹാരങ്ങളിലേക്ക് അത് കടന്നു വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി അത് അയാൾക്കത് സമ്മതമാണെങ്കിൽ പിന്നെന്താ പ്രശ്നം എന്ന് നമ്മൾ പോലും ചോദിച്ചു പോവാണ്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലൈംഗികമായ അഭിരുചികളുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ സ്വവർഗ ലൈംഗികത വേണോ, എതിർവർഗ ലൈംഗികത വേണോ, അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്ത് ലൈംഗികത വേണോ, ഇതിലൊന്നും പ്രത്യേകിച്ച് ചർച്ചയുടെ ആവശ്യമില്ല. ആ പർട്ടിക്കുലർ വ്യക്തിക്ക് അത് ഇഷ്ടമാണോ, സമ്മതമാണോ, ആഗ്രഹമുണ്ടോ എന്നത് മാത്രമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ആ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അയാൾക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. സമൂഹം അതിൽ ഇടപെടരുത്, വേറെ ആരും അയാളെ പിന്തിരിപ്പിക്കരുത്.
അത്തരം ഒരു ലോകമാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അതിലാണ് ശരിക്കും പെണ്ണിൻ്റെ ലിബറേഷൻ എന്ന് പറയലാണ് ഫോർത്ത് വേവ് ഫെമിനിസത്തിൻ്റെ അന്തസ്സത്ത്. അപ്പോൾ നമ്മൾ മീ ടു എന്ന് പറയുന്ന ക്യാമ്പയിൻ വളരെ വളരെ ശക്തമായി നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായി. ഈ മീ ടു ക്യാമ്പയിൻ്റെ ഒരു അന്തസ്സത്ത് എന്താണ്? കൺസെന്റ് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. നമ്മൾ ലൈംഗികത എന്ന് പറയുന്നത് വിവാഹത്തിന് പുറത്ത് നടക്കുന്നു എന്നുള്ളതല്ല അതിലെ വിഷയം. അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം കൺസെന്റ് ഇല്ല എന്നുള്ളതാണ്. കൺസെന്റ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. കൺസെന്റ് ആണ് ഇതിനെ മുഴുവൻ പ്രശ്നമാക്കി തീർക്കുന്നത് എന്നൊരു ആശയം വളരെ കൃത്യമായി സമർപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികളെ, നമ്മളുടെ പുതിയ തലമുറയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നതോ നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ സമ്മതമാണ് എന്നതോ ഒരു കാര്യത്തെ ശരിയാക്കുന്നില്ല. നമ്മൾക്ക് ആഗ്രഹമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതും എല്ലാം ചെയ്യുക എന്നുള്ളതല്ല ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പോളിസി. മറിച്ച് നമ്മൾക്കൊരു കാര്യം സമ്മതമാവണം, നമ്മൾ ആരുടെ കൂടെയാണോ ചെയ്യുന്നത് അവർക്ക് സമ്മതമാവണം. അതിലപ്പുറത്ത് നമ്മൾക്ക് രണ്ടുപേർക്കും ജീവനും ശരീരവും നൽകിയ അള്ളാഹുവിനത് സമ്മതമാകണം. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നമ്മൾ കൺസെൻഷ്വൽ ആവണം ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നാണ് ഇവർ പറയുക. കൺസെൻഷ്വൽ ആവുക എന്നുള്ളതിനപ്പുറത്ത് അത് അള്ളാഹുവിൻ്റെ സമ്മതമുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആവണം. കാരണം നമ്മൾ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്, നമ്മൾക്ക് ജീവൻ തന്നത് അള്ളാഹുവാണ്, നമ്മൾക്ക് ലൈംഗികത എന്ന് പറഞ്ഞ അനുഭവം തന്നത് അള്ളാഹുവാണ്. ഇതിനെയാണ് ഇവർ ഇക്വേഷനിൽ വെട്ടുന്നത്. അവിടെ അള്ളാഹുവിൻ്റെ സമ്മതം എന്ന് പറയുന്ന കാര്യത്തെ നമ്മളുടെ ചർച്ചകളിൽ നിന്ന് നമ്മൾ മായ്ച്ചു കളയുന്നതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി പടച്ചവൻ്റെ ഇഷ്ടങ്ങളും പടച്ചവൻ്റെ തൃപ്തിയും പടച്ചവൻ്റെ കൽപ്പനകളുമാണ് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ളത് നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ ഒരു തർബിയത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇതിനുള്ള പരിഹാരം. തീർച്ചയായും ഫെമിനിസ്റ്റുകൾ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പോൾ ലൈംഗികത എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് പുറത്തുള്ള ലൈംഗികതക്കെതിരെയുള്ള ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റുകൾ കണ്ടാൽ അവർ വളരെ കൃത്യമായി പറയാ ലൈംഗിക വിശുദ്ധി, സദാചാരം എന്ന് പറഞ്ഞാൽ ഒരു പെയ്ട്രിയാർക്കൽ ആർഗ്യുമെന്റ് ആണെന്നാണ്. അതൊരു പെയ്ട്രിയാർക്കൽ ആർഗ്യുമെന്റ് ആണ്, അതൊരു പുരുഷാധിപത്യപരമായ നിലപാടാണ്. ഇത് നമ്മൾക്ക് ഒരളവ് വരെയെങ്കിലും ചിലപ്പോൾ നമ്മളത് സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മൾ നിലനിൽക്കുന്ന പല മതങ്ങളെയും ആത്മീയ ദർശനങ്ങളെയും പാരമ്പര്യങ്ങളെയും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിൽ അഡൾട്ടറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അതായത് എനിക്കൊരു ഭാര്യ ഉണ്ട്, ആ ഭാര്യ എൻ്റെ പൊസഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഭാര്യ വേറൊരു പുരുഷന് വാതിൽ തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വേറൊരു പുരുഷന് അവളുടെ ശരീരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നോട് ചെയ്യുന്ന വഞ്ചനയാണ്. അതാണ് അവിടെ വ്യഭിചാരത്തിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ, അഡൾട്ടറിയുടെ നിർവചനം എന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലാത്തൊരു തെറ്റതിലില്ല. അതായത് പുരുഷാധിപത്യപരമായ ഒരു കുടുംബഘടനയിൽ പുരുഷന്റെ പൊസഷനായി നിൽക്കേണ്ട ഭാര്യ അവളുടെ ശരീരത്തെ അവനല്ലാത്തൊരു പുരുഷന് കൊടുക്കുമ്പോൾ അതാണ് അഡൾട്ടറി എന്ന നിർവചനമാണ് പ്രത്യേകിച്ച് ജൂഡിയോ ക്രിസ്ത്യൻ ട്രഡീഷനിൽ പോലും നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഭർത്താവുമായോ പുരുഷനുമായോ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമല്ല. അതൊരാണ് ചെയ്യുകയാണെങ്കിലും തെറ്റാണ്, അവിവാഹിതയായ സ്ത്രീ ചെയ്യുകയാണെങ്കിലും തെറ്റാണ്. അത് ഈ പല ഇതേപോലുള്ള ദർശനങ്ങളിൽ ചിലപ്പോൾ അഡൾട്ടറിയുടെ ഒരു നിർവചനത്തിൽ ആണ് കടന്നു വരുന്ന പോലും ഉണ്ടാവില്ല. ആ പെണ്ണിന്റെ വിശ്വാസ്യത പെണ്ണ് തകർക്കുന്നു എന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസ്കോഴ്സാണത്. ആ ഡിസ്കോഴ്സ് ആയിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പുരുഷാധിപത്യ മൂല്യമാണ്. ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യ മൂല്യമാണ്, പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിന്റെ കീഴിൽ നിൽക്കേണ്ടവളല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഉണ്ടായത്. അതാണ് ഇപ്പോൾ നമ്മളുടെ സിലബസുകളിലേക്ക് വരുന്നത്, അതാണ് നമ്മളുടെ ക്ലാസ് മുറികളിൽ പോലും പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്ത് ലൈംഗിക വിശുദ്ധി പുരുഷാധിപത്യപരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതല്ല. അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾക്ക് ശരീരവും ജീവനും തന്ന പടച്ചവനോടുള്ള നമ്മളുടെ ഒരു നീതിബോധത്തിന്റെ ഭാഗമാണ്, അവനോടുള്ള അനുസരണത്തിന്റെ ഭാഗമാണ്. അത് നമ്മളുടെ മക്കളെ പഠിപ്പിക്കുക, നമ്മൾ സ്വയം തിരിച്ചറിയുക, നമ്മൾ ജീവിതത്തിലേക്ക് ആന്തരീകരിക്കുക. കേവലമായ ഇൻഡിവിജ്വൽ കൺസെന്റ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെയും ശരിയാക്കുന്നില്ല, നന്മയാക്കുന്നില്ല, ധർമ്മമാക്കുന്നില്ല എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഓഡിയൻസിന്? ഐ തിങ്ക് ഓക്കെ. സോ ഡ്യൂ ടു ടൈം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ
അത് ഒരു പരിധി വരെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശൈത്താൻ്റെ ഇടപെടൽ ഉണ്ടായിട്ട് നമ്മളെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വലിച്ച് താഴെ ഇടാൻ പറ്റും, അതിൻ്റെ ഒരു പിശാചിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മളെ മക്കളെ കൂടുതൽ പ്രാർത്ഥനയിലോട്ട്, അതായത് ചെറുപ്പം മുതലേ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ 2 സൂറത്തുകൾ, സൂറത്ത് മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞിട്ട് 2 സൂറത്തുകൾ, നാസും ഫലക്കും, ഇതിൽ പറയുന്നുണ്ട് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അതായത് ഹൃദയത്തിൽ, നമ്മളെ ഹൃദയത്തിൽ വരുന്ന ആ പിശാചിൻ്റെ ആ ഒരു വസ്വാസ്, ആ വസ്വാസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ ഒരു അഭാവം കൊണ്ടാണോ ഒരു പരിധി വരെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള അബറേഷൻസ് അതൊക്കെ ഉണ്ടാക്കുന്നതിൽ പിശാചിന് വലിയ പങ്കില്ലേ? അപ്പോൾ പിശാചിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് രക്ഷ തേടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനകൾ അവരെ പഠിപ്പിക്കുകയൊക്കെ അല്ലേ ഇതിനുള്ള പരിഹാരം എന്നാണ് സഹോദരൻ ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടതാണത്, അത് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ ശൈത്താൻ്റെ ഇടപെടൽ ഇതിൽ എന്തായാലും ഉണ്ടല്ലോ. ഷെയ്ത്താൻ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇൻ്റലക്റ്റിലാന്ന് തോന്നുന്നത്. നമ്മൾ ഈ എല്ലാ തിന്മകളെയും ഒരു ബുദ്ധിപരമായ പരിവേഷം നൽകി അത് പിന്നെ ബുദ്ധി കൊണ്ട് വഴിതെറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടാണ് എന്നുള്ള തോന്നലിൽ നമ്മൾ വഴിതെറ്റുക. ശരിക്കും ബുദ്ധിയില്ലാത്ത തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും. പക്ഷെ അതിലൊക്കെ തീർച്ചയായും പിശാചിൻ്റെ ഇടപെടലുകളുണ്ട്, പിശാചിൻ്റെ ദുർബോധനങ്ങളുണ്ട്, നമ്മൾ പിശാചിൻ്റെ പിന്നാലെ പോകുന്നതാണ് ഇതിലൊക്കെ ആത്യന്തികമായ പ്രശ്നം. പക്ഷേ ഇത് ശൈത്താനിന്ന് വരുന്നതാണ് എന്ന് നമ്മളുടെ മക്കളെ ബോധ്യപ്പെടുത്താൻ അത് മാത്രം മതിയാവില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, അത്തരം സാഹചര്യങ്ങളൊന്നും ഒഴിവാക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥനകൾ അവരെ പഠിപ്പിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ ഇത് ശൈത്താനീയത്താണ്, ഇത് മാനവികതയല്ല, ഇത് അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് എന്നവരെ വൈജ്ഞാനികമായി നമ്മളെ ബോധ്യപ്പെടുത്തുകൂടി ചെയ്യണം. നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ക്യാമ്പസുകളിലും കോളേജുകളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇൻ്റലക്ച്വലി അവരെ ഇതേപോലുള്ള പൊസിഷൻസ് കൺവിൻസ് ചെയ്യാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്, ധർമ്മവിരുദ്ധമാണ്, നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ അതിനനുബന്ധമായി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലുള്ള സംസാരങ്ങൾ നമ്മൾ നടത്തേണ്ടി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. We are getting into the last question due to the timeline, mindful of timeline. അസീം, ഇപ്പോൾ ഇതുവരെയും ഫെമിനിസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് കൂടുതൽ. ഇപ്പോൾ ഫെമിനിസ്റ്റ് എന്നുള്ള മൂവ്മെൻറ്റ് ഇസ് ഗെയിനിങ്. ഹൗ ഡു വി സേഫ് ഗാർഡ് അവർ ബോയ്സ്? ബിക്കോസ് ദാറ്റ് ഈസ് ബിക്കമിങ് നെക്സ്റ്റ് ടോപ്പിക്. ഹൗ ഡു യു തിങ്ക് ദാറ്റ് യു ആർ എ ജെൻസി? ഹൗ ക്യാൻ യു? ഈ മെനിനിസം എന്ന് പറയുന്നത് റെഡ് പിൽ മൂവ്മെൻറ്റുകൾ എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ആ വേർഡ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് അറിയുമെന്ന് അറിയില്ല. അത് പുതിയ കാലത്ത് അഡോളസൻസ് എന്ന് പറയുന്ന ഒരു മൂവി നെറ്റ്ഫ്ലിക്സിൽ വളരെ വൈറലാവുകയും അത് മാതാപിതാക്കളൊക്കെ പുതിയ കാലത്ത് കണ്ടിരിക്കേണ്ടതാണ് എന്ന രൂപത്തിലുള്ള നിരൂപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്നില്ലെങ്കിലും നമ്മളെ കുട്ടികൾ എത്തിപ്പെടുന്ന ഈ സോഷ്യൽ മീഡിയ സ്പേസുകളിൽ ചില ഗുരുക്കന്മാർ, പുരുഷന്മാരായ ചില ഗുരുക്കന്മാരിരുന്ന് ആണത്തത്തെക്കുറിച്ച് അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ സക്സസ്സിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മുഖം ചിലപ്പോൾ ആൻഡ്രൂ ടൈറ്റ് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. നമ്മൾ ഒന്നാമത് അതിനെ ഈ റെഡ് പിൽ മൂവ്മെൻറ്റ്സിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നതാണ് സത്യത്തിൽ മെനിനിസ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത്. ഇതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയാക്ഷൻ മാത്രമാണ്, അതിൽ പ്രത്യേകിച്ച് ഒരു സൊല്യൂഷനൊന്നുമില്ല. അതിന് ഭയങ്കര അക്സെപ്റ്റൻസി ഈ പറയുന്ന യൂറോപ്യൻ സമൂഹത്തിൽ ഉണ്ടാകാനുള്ളൊരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഈ കുടുംബത്തിൻ്റെ ശിഥിലീകരണം സൃഷ്ടിച്ചൊരു ശൂന്യത ഉണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഫാദറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായി സൊസൈറ്റിയിൽ നിന്ന് വലിയ അക്സെപ്റ്റൻസ് ഇവർക്ക് കിട്ടിയെന്നുള്ളതാണ്. അതിനപ്പുറം അതിൻ്റെ എല്ലാം പരിശോധിക്കുമ്പോൾ പൗരുഷത്വത്തെക്കുറിച്ച് ഇവർ പറയുന്ന പലതും ഒരു തരത്തിൽ പറഞ്ഞാൽ ടോക്സിക് തന്നെയാണ്, യാതൊരു സംശയം ആ കാര്യത്തിലില്ല. ഒരു മുസ്ലിം കുട്ടികൾ, വളർന്നു വരുന്ന ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൗരുഷത്തിന് നിങ്ങൾ നോക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധീരനാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റും. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല സ്വന്തം സദസ്സിനെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്ത്രീകളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴാണ് നിങ്ങൾ നല്ല പുരുഷന്മാരായി മാറുന്നത്. അവരോട് നന്നായി പെരുമാറണം. ഇങ്ങനെ നിരന്തരം പഠിപ്പിക്കുക, ഇതിൻ്റെ മാതൃക കാണിച്ചു തന്ന വ്യക്തിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത്, അവർ കാണിച്ചു തരുന്ന പുരുഷൻ്റെ വാർപ്പ് മാതൃകകളെ സ്വീകരിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പൗരുഷത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു അപകടം നമ്മളിൽ വരാനുള്ളത്, ഈ പറയുന്ന ഈ ഭൗതികമായിട്ടുള്ള വിജയങ്ങൾ അത് നേടിയെടുക്കുന്നതാണ് എന്തോ വലിയ സംഭവം, അതുപോലെ തന്നെ ഭൗതികമായിട്ട് ഉയർച്ചയുണ്ടാകുന്നതാണ് വിജയം എന്ന രൂപത്തിൽ വളരെ അബദ്ധജടിലമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവർ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അതുമായി ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ഉമ്മത്തിൽ ആൺകുട്ടികൾ ഇസ്ലാമിലെ ചില മൂല്യങ്ങൾ അതിലോട് ചേർന്ന് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ വൈജ്ഞാനികമായി ഏറ്റെടുക്കേണ്ട ആളുകളാണെന്ന നിലക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അത് അവസാനിപ്പിക്കണം എന്നാണ് അതിനോട് ചേർത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പൗരുഷത്തെ പഠിക്കുക, അതിനെ മാതൃകയാക്കുക, അതാണ് നമ്മൾക്കുള്ള മാതൃക എന്ന് തിരിച്ചറിയുക. അതിലാണ് നമ്മൾക്ക് സമാധാനപൂർവമായ ഒരു കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും സാധ്യമാകുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ പുരുഷനായി മാറുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. Jazakallah khair for the wonderful session. By the grace of Almighty, today this topic can be discussed. This topic we can discuss for hours together. Maybe it will not enough for one full such a short notice, but we can discuss all together. But by the grace of Almighty, we are able to deliver certain extent. I hope we all will take this message. The first thing is we have to take care of our family, then our surroundings, and we will make it that bigger, that larger, that will make our society the safe and better society, which we are looking into, which we make this as a very positive and enlightened society. We can create it. Inshallah. Jazakallah khair for the opportunity. Jazakallah khair all the participants.